ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഇന്നത്തെ പെരുന്നാളിന് പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെല്ലാവരും തറവാട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുള്ള ഒരു പെരുന്നാളിൻ്റെ അന്നായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി പുട്ടും ചിക്കൻ കറിയായിരുന്നു അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പായസം റെഡിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും പള്ളിയിൽ പോകാനുള്ള തിരക്കിൽ കുട്ടികളൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ പള്ളിയിൽ പോയി അതിന് ശേഷം പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാനും നിന്നു. അങ്ങനെ അന്ന് അടപ്പായസമായിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പായസം മാത്രം അന്ന് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതായിരുന്നു. ബിരിയാണിയും മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരാണ് ചെയ്തത്. അങ്ങനെ പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ അവരെല്ലാവരും കുറേ ആളുകളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളി കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ നമ്മൾ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികളും എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും വലിയവരൊന്നും നേരത്തെ തന്നെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മളെ ഫാമിലിയിലുള്ള ഏറ്റവും ചെറിയ ആളെ ആദ്യത്തെ പെരുന്നാൾ കൂടെയാണ് കേട്ടോ. വലിയ പെരുന്നാൾ ആദ്യമായിട്ടാണ് അവൾക്ക് വരുന്നത്. നമ്മളെ മിലുവിൻ്റെ പെരുന്നാൾ ആദ്യമായിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളവളാണ് മിലു. അവൾക്കിപ്പോൾ 3 മാസമായി. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ഭയങ്കര രസത്തിൽ നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് പെരുന്നാൾ നന്നായിട്ട് തന്നെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്കുള്ളൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ സമയത്ത് പടക്കം പൊട്ടിക്കലാണല്ലോ. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ പടക്കം പൊട്ടിച്ചു. ചിലർക്കൊക്കെ പടക്കം പൊട്ടുന്നത് ഭയങ്കര പേടിയാണെന്നാലും അതൊക്കെ തരണം ചെയ്തിട്ട് എല്ലാവരും പടക്കം പൊട്ടിക്കാനുള്ള ഒരുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആണുങ്ങളെല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ നല്ല സംസാരത്തിലായിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പെരുന്നാൾ എന്ന് പറയുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിട്ട് ഫുഡ് കഴിക്കാനൊന്നും ഒരിടത്ത് ആകാറില്ലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെരുന്നാളാക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും വരും പോവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ലഞ്ചിന് എല്ലാവരും വീട്ടിൽ തന്നെ എത്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അതിൽ വ്യത്യസ്തമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ എല്ലാവർക്കും പോകാനുള്ള ധൃതിയാവും. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഹൈസു എത്രയായാലും ഫോട്ടോയിൽ നിൽക്കാൻ വരുന്നില്ല. അങ്ങനെ അവളെ കാക്ക പിടിച്ചിരുത്തി ഏതായാലും ഒരു ഫോട്ടോ അല്ലെങ്കിലും അവൾ ഉൾപ്പെട്ടിട്ടുണ്ട്. തീരെ അവൾ എടുക്കാൻ സമ്മതിക്കണം തന്നെയല്ലായിരുന്നു. പിന്നെ അവൾ വേഗം ഫോട്ടോ എടുക്കുന്നിടത്തു നിന്നൊക്കെ ഇറങ്ങി ഓടിപ്പോയി. പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് അത് റെഡിയാക്കലും അങ്ങനത്തെ പണിയിലൊക്കെ ആയിട്ടോ. പിന്നെ എല്ലാവരും ചോറ് തിന്നിട്ട് പിന്നെ എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലേക്ക് പോകലും അങ്ങനത്തെ ധൃതി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചോറ് വിളമ്പുന്ന തിരക്കിലൊക്കെയാണ് ഇപ്പോൾ. അങ്ങനെ കുട്ടികൾക്ക് ആദ്യം തന്നെ ചോറൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആണുങ്ങൾക്കും കൂടെ വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആണുങ്ങളെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഗുലാബ് ജാമുനും ഗ്ലാസ് പുഡിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോയിൽ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നമ്മളെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ആഘോഷിച്ചിട്ടുള്ള പെരുന്നാൾ തന്നെയായിരുന്നു കേട്ടോ അത്. ഇത്രയൊക്കെയായിരുന്നു നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ഇതിൽ പെരുന്നാളിൻ്റെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള പെരുന്നാൾ ആഘോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക്